സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, CPIM-ൻ്റെ 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള പാലക്കാട് ജില്ലാ സമ്മേളനം കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ സമ്മേളിക്കുകയും അതിൻ്റെ വിജയകരമായ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നാം ഇവിടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യവും ലോകവും ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ വ്യാപനം, ഇപ്പോൾ ഒമിക്രോൺ കൂടുതൽ ശക്തിപ്പെട്ടേക്കുമോ എന്ന ആശങ്ക, ഇതെല്ലാം നമ്മുടെ സാധാരണ ഇത്തരം യോഗങ്ങൾ ചേരുന്നതിന് വലിയ തോതിലുള്ള പരിമിതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ വ്യക്തികളെന്ന നിലക്കും സമൂഹമെന്ന നിലക്കും സ്വയം സന്നദ്ധതയോടെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ പരാമർശിച്ചതുപോലെ അതിൻ്റെ ഭാഗമായി തന്നെ നാം കഴിയാവുന്നത്ര ചുരുക്കിയാണ്, ജനപങ്കാളിത്തം പരമാവധി കുറച്ചാണ് ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നു. അത് ഈ ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് കരുതുന്നത്. നാം കാണേണ്ടത്, കോവിഡ് കുറച്ചു കാലവും കൂടി തുറന്നേക്കാം. അപ്പോൾ അതിനോടൊപ്പം ജീവിച്ചു പോവുക എന്നത് തന്നെയാണ് പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാസ്ക് നിർബന്ധമായും ധരിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കരുത്. അതോടൊപ്പം അടച്ചിട്ട മുറിയിൽ വലിയ തോതിൽ ആളുകൾ കൂടി നിൽക്കുന്നത് ഒഴിവാക്കുക എന്നത് പ്രധാനമാണ്. അവിടെ AC കൂടി ഉണ്ടായാൽ വലിയ പ്രശ്നമാണ്. നമ്മളിതിപ്പോൾ തുറസായ സ്ഥലമാണ്, അതുകൊണ്ട് മാസ്ക് എല്ലാവരും ധരിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ പാലിക്കുന്ന നില സ്വീകരിക്കുന്നതാണ് പൊതുവിൽ നന്നാവുക. CPIM നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള ആക്രമണത്തിന് വിധേയമായൊരു ഘട്ടമാണിത്. ഇവിടെ ഏറ്റവും വലിയ എതിർപ്പ് ഇടതുപക്ഷത്തിന് നേരെ, പ്രത്യേകിച്ച് CPIM-ന് നേരെ ഭരണവർഗം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ
സംഘപരിവാർ രാജ്യത്ത് അധികാരം കൈയാളുന്നതോടെ അവരുടെ ശത്രുവിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായി തന്നെ മാർക്സത്തെയാണ് കണ്ടിട്ടുള്ളത്. ആദ്യമേ തന്നെ വലിയ ശത്രുവായി മാർക്സത്തെ അവർ പരിഗണിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ കണ്ട ആഭ്യന്തര ശത്രുക്കളിൽപ്പെട്ട മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയുമൊക്കെ അവർ എടുത്തു പറയുന്നുമുണ്ട്. ഇവിടെ നാം രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ CPIM നേരെ നടന്നിട്ടുള്ള കടുത്ത ആക്രമണങ്ങൾ പടിഞ്ഞാറൻ ബംഗാളിലായാലും ത്രിപുരയിലായാലും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. മഹാപ്രസ്ഥാനമായി CPIM ഈ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെയും ആശീർവാദത്തോടെയും അരങ്ങേറുന്നതായി നാം കണ്ടത്. ഇപ്പോൾ അതിൻ്റേതായ ഒരു വിശദീകരണത്തിലേക്ക് പോകേണ്ടതായിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ രാജ്യത്തിലെ എല്ലാ നിയമവ്യവസ്ഥകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിൽ ആക്രമണം ആരംഭിച്ചത്. ഈ ആക്രമണത്തെ നാം പരിശോധിക്കുമ്പോൾ ഒരു വസ്തുത നമ്മുടെ മനസ്സിലുണ്ടാവണം. പടിഞ്ഞാറൻ ബംഗാളിൽ CPIM കരുത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഒടുവിൽ CPIM തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സാമ്രാജ്യത്വം അവിടെ ഏറെക്കുറെ പ്രത്യക്ഷമായി തന്നെ ഇടപെട്ടത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യം. അപ്പോൾ എല്ലാ ശക്തികളും ഇക്കാര്യത്തിൽ ഒന്നിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. എന്നാൽ അവിടങ്ങളിലടക്കം ഇത്തരത്തിലുള്ള എല്ലാ മർദ്ദന സംവിധാനങ്ങളെയും നേരിട്ട് അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിൽ നല്ല പുരോഗതി അവിടുത്തെ CPIM നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ അടുത്ത നാളിൽ വന്നിട്ടുള്ള വാർത്തകൾ. പഴയ നിലയിലേക്ക് തിരിച്ചെത്തിയെന്നല്ല, പക്ഷേ പിറകോട്ടല്ല, മുന്നോട്ട് എന്ന ചിത്രം ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് എല്ലാവരെയും, ഇടതുപക്ഷക്കാരെ മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളെ, ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ വേദനിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവരെയെല്ലാം
ആവേശം കൊള്ളിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ തകർക്കാനുള്ള വലിയ ശ്രമമാണ് ഈ അടുത്ത കാലത്തായി നടന്നു വരുന്നത്. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അത് സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കും പോലെയുള്ളൊരു ഗവൺമെൻറ് അല്ല. കാരണം അതിന് BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSSനാൽ നിയന്ത്രിക്കപ്പെടുന്നൊരു സംവിധാനമാണ്. RSS ഫാസിസ്റ്റ് ആശയം സ്വീകരിച്ചവരാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും നേരത്തെ RSS പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോൾവാൾക്കറാണ് RSSന് വേണ്ടി അവരുടെ താത്വിക ഗ്രന്ഥമായ വിചാരധാര തയ്യാറാക്കിയത്. അതിലാണ് ആഭ്യന്തര ശത്രുക്കൾ ആര് എന്നും ഈ ആഭ്യന്തര ശത്രുക്കളെ നേരിടുന്നത് എങ്ങനെയെന്നും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് RSS ഈ ശക്തികളെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുക്കളായി കണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ആശയ സംഹിത വെച്ചുകൊണ്ടല്ല. സാധാരണ BJPക്കാർ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയാറുണ്ടല്ലോ. വേദേതിഹാസങ്ങളെ അവർ വലിയ പ്രാമുഖ്യത്തോടെ അവതരിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും വേദത്തിലോ ഉപനിഷത്തിലോ ഇതിഹാസത്തിലോ ഈ കാര്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കാര്യം പറഞ്ഞൊരു കൂട്ടരുണ്ട്. അത് ഹിറ്റ്ലറാണ്. ജർമ്മനിയിൽ നാസികളാണ്. ഹിറ്റ്ലർ ആ കാലത്ത് പറഞ്ഞത് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രു അവിടെയുള്ള യഹൂദന്മാരും ബോൾഷെവിക്കുകളുമാണെന്നാണ്. അതേ കാര്യമാണ് ഇവിടെ RSS എടുത്തു പറഞ്ഞത്. യഹൂദന്മാർ അവിടുത്തെ മതന്യൂനപക്ഷം, ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ RSSൻ്റെ തത്വസംഹിത അത് ഇവിടുന്ന് എടുത്തുകയാണ്, ഹിറ്റ്ലറിൽ നിന്ന് എടുത്തുകയാണ്, നാസിസത്തിൽ നിന്ന് എടുത്തുകയാണ്. അതിൻ്റെ സംഘടനാ രൂപം മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രൂപമാണ്. അവരെ മറ്റൊന്നുകൂടി പറഞ്ഞു വെച്ചു, ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ നേരിടണം. ഇതിന് ജർമ്മനി ഉദാത്തമായ മാതൃക കാണിച്ചിട്ടുണ്ട്. നമുക്കും അനുകരിക്കാവുന്ന മാതൃകയാണ്. എന്താ മാതൃക? ഈ ലോകത്തെ മനസ്സാക്ഷിയുള്ള മുഴുവൻ ആളുകളെയും ഞെട്ടിച്ച അതിക്രൂരമായ കൊലപാതക പരമ്പരകൾ
കൂട്ടക്കൊലകൾ, അതായിരുന്നു ജൂതന്മാരുടെ നേരെ അവിടെയുള്ള നാസികൾ ചെയ്തത്. അതാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് പരസ്യമായി നയമായി പ്രഖ്യാപിച്ചവരാണ് RSS. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ കുറച്ച് ദിവസം മുൻപാണ് ഹരിദ്വാറിൽ കുറേ സന്യാസിമാർ ഒരു യോഗം ചേർന്നു. അവരെല്ലാം സംഘപരിവാറാണ്. യഥാർത്ഥ സന്യാസിമാരുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ? ഈ രാജ്യത്തെ എല്ലാവരും ന്യൂനപക്ഷ വിഭാഗത്തെ കൊല്ലുകയാണ് വേണ്ടത്. നേരെ കൊല്ലുക എന്ന ആഹ്വാനമാണ് വന്നിട്ടുള്ളത്. ആ കൊല്ലുന്നതിന് പട്ടാളവും പോലീസും കൂടി അണിചേരണമെന്ന് വരെ പറഞ്ഞു വെച്ചു. ഇതാണ് സംഘപരിവാറിൻ്റെ നില. രാജ്യത്താകെ ഒരു വല്ലാത്ത ഭീതി സൃഷ്ടിക്കുക, ആളുകളുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കുക. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലെ സംഭവഗതികളെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷ വിഭാഗം വല്ലാത്ത ഭീതിയിലും ആശങ്കയിലുമാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ ബോധപൂർവം സംഘടിപ്പിച്ച ഒട്ടേറെ സംഘർഷങ്ങളുണ്ട്. ഒരു ന്യായീകരണവുമില്ലാത്തതാണ് അതൊക്കെ. നമ്മുടെ രാജ്യം മതനിരപേക്ഷത അംഗീകരിച്ച ഒരു രാഷ്ട്രമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്നത് തന്നെ മതനിരപേക്ഷതയാണ്. പക്ഷേ ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഇന്ത്യ ഗവൺമെൻറ് ഈ മതനിരപേക്ഷത പൂർണ്ണമായി തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഗീയ സംഘർഷങ്ങളും വർഗീയ കലാപങ്ങളും അതിൻ്റെ ഭാഗമായുള്ള കൂട്ടക്കൊലകളും നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നത് നാം കണ്ടു. അതിൽ വൻതോതിൽ മതന്യൂനപക്ഷ വിഭാഗമാണ് ഇരയായത്. ഇത് നിർത്താനല്ല, ഇത് തങ്ങൾക്ക് ശക്തിപ്പെടാനുള്ളൊരു വഴിയാണ് എന്നാണ് RSSും സംഘപരിവാറും കാണുന്നത്. അതിലൂടെ വർഗീയത മനുഷ്യ മനസ്സിലേക്ക് അടിച്ചു കയറ്റുക, അങ്ങനെ മനുഷ്യരെ ആകെ അവരാഗ്രഹിക്കുന്നത് വർഗീയമായി ചിന്തിക്കുന്നവരാക്കി തീർക്കുക, തങ്ങളുടെ ഒപ്പം ജീവിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന നിലയിലേക്ക് എത്തിക്കുക. അതിനുള്ള ഒട്ടേറെ പ്രചാരണ രീതികളാണ് സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ രാജ്യത്ത് മഹാഭൂരിപക്ഷം മതനിരപേക്ഷതയിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ
മതനിരപേക്ഷത അത്ര എളുപ്പത്തിൽ തകർക്കാവുന്ന ഒന്നല്ല. ഇത്തരത്തിൽ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കുമെതിരെ വലിയ തോതിലുള്ള പ്രതിരോധം മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അണിനിരന്നുകൊണ്ട് വിവിധ തലങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടി ഓരോന്നും ഇതിനുള്ളിൽ ആയുധമാക്കി മാറ്റുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ വർഗീയ ആയുധമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു. അടുക്കളയിൽ വരെ പാഞ്ഞു കയറി അവിടുത്തെ ഭക്ഷണം പരിശോധിച്ച് ആളെ കൊല്ലുന്ന സംഘപരിവാരികാരെ നാം കണ്ടു. നമ്മുടെ വേഷം അപ്പോൾ ആളുകളെ തിരിച്ചറിയാൻ ഉപകരിക്കുന്നു. ട്രെയിനിൽ വെച്ച് നിർഭാഗ്യരായ ഏതാനും മതന്യൂനപക്ഷ ചെറുപ്പക്കാരെ ആക്രമിക്കുകയും അതിൽ കൊലപ്പെടുത്തുകയടക്കം ചെയ്യുന്ന സംഭവം നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു. ഇവിടെ ഒരു സാധു മൃഗമാണ് പശു. പക്ഷേ ആ പശുവിൻ്റെ പേരിൽ ഒട്ടേറെ ആക്രമണങ്ങളും ജീവനുകൾ അപഹരിക്കപ്പെടുന്ന നിലയും ഉണ്ടായി. ഇങ്ങനെ എന്തും നമ്മുടെ രാജ്യത്ത് വർഗീയതക്കുള്ള ആയുധമാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മളെല്ലാം ഇന്ത്യൻ പൗരരാണ്. നമ്മുടെ പൗരത്വം നാം ഏത് മതത്തിൽപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതല്ല. നമ്മുടെ രാജ്യത്ത് പൗരത്വത്തിന് മതം ഒരടിസ്ഥാന ഘടകമല്ല. ഏത് മതവിശ്വാസിക്കും ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും തുല്യ പരിഗണന നൽകുന്ന മതനിരപേക്ഷതയാണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അത്തരമൊരു രാജ്യത്താണ് ഇനി പൗരത്വം മതാടിസ്ഥാനത്തിലായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന നില വന്നത്. പൗരത്വ നിയമ ഭേദഗതി, പൗരത്വം മതാടിസ്ഥാനത്തിലെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനവും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അരനിമിഷം നമുക്ക് ശങ്കിച്ച് നിൽക്കേണ്ടി വന്നില്ല. രാജ്യത്ത് ആദ്യത്തെ ശബ്ദം അതിനെതിരെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൽ നിന്നാണ് ഉയർന്നത്. ഇവിടെ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ചിലർ ചോദിച്ചു, അതെങ്ങനെയാണ് ഒരു നിയമം വന്നാൽ അത് നടപ്പാക്കില്ല എന്ന നില ഒരു സർക്കാരിനെടുക്കാൻ കഴിയൂ? അപ്പോൾ ഞങ്ങളതിന് പറഞ്ഞത്, രാജ്യത്ത് ഭരണഘടനയാണ് പരമാധികാരമുള്ളത്. ആ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഏത് നിയമവും വന്നുള്ളൂ. ഇത് ഭരണഘടനയ്ക്കെതിരായ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പാക്കുന്ന പ്രശ്നമില്ല. ആദ്യം ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നെങ്കിലും പിന്നീട് നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ സംസ്ഥാന സർക്കാരുകൾ ആ ശബ്ദം ഏറ്റെടുത്തു. എല്ലാവരും
മതനിരപേക്ഷ ചിന്താഗതിക്കാർ അതിനെതിരെ രംഗത്ത് വന്നു. അവിടെ വലിയ വാശിയോടെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് ഇത്തരമൊരു പൊതുവായ വികാരം ഉയർന്നു വന്നപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാനായില്ല എന്നതാണ് നമ്മുടെ അനുഭവം. പക്ഷേ ഇത്തരത്തിലുള്ള വേർതിരിവുകൾ മതാടിസ്ഥാനത്തിൽ ആളുകളെ കണ്ടുകൊണ്ടുള്ള പക്ഷപാതപരമായ നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് തുറന്നു വരികയാണ്. ഒരു രാജ്യത്തിലെ ഗവൺമെൻറ് എല്ലാവരെയും ഒരുപോലെ കാണാൻ ബാധ്യപ്പെട്ടവരാണ്. നിങ്ങൾ ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഈ രാജ്യത്തിൻ്റെ പൗരർ എന്ന നിലക്ക് അവർക്ക് തുല്യനീതി ലഭിക്കണം. നമ്മുടെ സമൂഹം അതിൻ്റെതായ പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ വിവാഹം നടക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ വിവാഹമോചനവും നടക്കാറുണ്ട്. ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പൊതുവെ രാജ്യത്ത് സിവിലായാണ് കൈകാര്യം ചെയ്യുന്നത്, സിവിൽ കേസായാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ BJP ഗവൺമെൻറ് മുസ്ലിം വിഭാഗത്തിലെ വിവാഹം മാത്രം, ആ വിവാഹമോചന കാര്യങ്ങൾ ക്രിമിനൽ കേസായി കൈകാര്യം ചെയ്യണം തീരുമാനിച്ചു. ഇവിടെ തുല്യനീതി? നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. ഒരു ദിവസം പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് ഇങ്ങെടുക്കുന്നു. എന്താ അതോടെ സംഭവിച്ചത്? ഭരണഘടന ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയിരിക്കുന്നു. അതില്ലാതായി. മാത്രമാണോ? ആ സംസ്ഥാനമേ ഇല്ലാതായി. അപ്പോൾ എന്തും ചെയ്യാമെന്നാണ്, ഏത് രീതിയിലും നീങ്ങാമെന്നാണ്. ഇതാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനും ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാനുമാണ്. ഈ മതാധിഷ്ഠിത രാഷ്ട്ര സ്ഥാപനത്തെ, അതിനുള്ള ശ്രമത്തെ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരും എതിർക്കുകയാണ്. അതിൻ്റെ മുന്നിൽ ഇടതുപക്ഷം നിൽക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തോടെ CPIM ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നു. നമ്മുടെ രാജ്യത്തെ വലിയൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. എന്താണ് ആ പാർട്ടിയുടെ സമീപനം? എന്താണെന്ന് നമ്മൾ കേട്ടല്ലോ അടുത്ത ദിവസം. ആ പാർട്ടിയുടെ തലതൊട്ടപ്പൻ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണല്ലോ, ഞാൻ ഹിന്ദുവാണ്. ആര്? രാഹുൽ ഗാന്ധി. ഇവിടെ രാജ്യത്ത് ഇവിടെ ഹിന്ദുവിൻ്റെ ഭരണമാണ് വേണ്ടത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമരകാലം മുതൽക്ക് കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഹിന്ദുവിൻ്റെ ഭരണം സ്ഥാപിക്കാനാണോ പ്രവർത്തിച്ചിരുന്നത്? മതനിരപേക്ഷതയിലാണ് ഊന്നിയത്. പക്ഷേ
അത് കൈയൊഴിയുന്നു. കോൺഗ്രസിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, അതിൻ്റെ മറ്റ് വിവരണങ്ങളിലേക്കൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാവരുടെയും ഓർമ്മയിലുള്ളതായിരിക്കും. നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി. കുറേ കാര്യങ്ങൾ ആ പെട്ടെന്ന് ഓർമ്മിച്ചാൽ തന്നെ കിട്ടും. ഏതെങ്കിലും ഘട്ടത്തിൽ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി സമരസപ്പെടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. വർഗീയതയോട് ഒത്തുപോവുക, ഇതാണ് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം. അപ്പോൾ വർഗീയതയുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ നിലപാട് സ്വീകരിക്കുന്ന BJPയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന RSS സംഘപരിവാർ, അതുമായി സമരസപ്പെടാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. എന്താ കോൺഗ്രസിന് സംഭവിച്ചത്? ആ നയത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് എന്ത് സംഭവിച്ചുവെന്ന് ഈ രാജ്യമാകെ തിരിച്ചറിഞ്ഞില്ലേ? കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ, AICCയുടെ പ്രമുഖർ, വിവിധ കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരുന്നവർ, MP-മാരായിരുന്നവർ, MP-മാരായവർ, MLA-മാരായിരുന്നവർ, MLA-മാരായവർ എല്ലാം BJPയിലേക്ക് ചേക്കേറിയില്ലേ? കൂട്ടത്തോടെ ചേക്കേറുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോഴും നിന്നോ? ഇപ്പോ പഞ്ചാബ് എടുത്താൽ മതി. നമ്മുടെ രാജ്യത്തെ ഐതിഹാസികമായ കർഷക പ്രക്ഷോഭം അതിശക്തമായ രീതിയിൽ ഉയർന്നു വന്നൊരു നാടാണ്. അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ ഒഴുകിയെത്തിയതാണ് ആ പ്രക്ഷോഭത്തിന്. വലിയ വികാരം BJPക്കെതിരെ അവിടെ ഉയർന്നു വരുന്നു. അപ്പോഴാണ് കോൺഗ്രസിന്റെ MLA-മാര് ഈ 4 ദിവസം മുൻപ് നേരെ BJPയിലേക്ക് പോയത്. ഈ നയത്തിന്റെ ഫലമാണത്. ആ നയത്തിന്റെ ഫലമായി കോൺഗ്രസ് BJPയുടെ വർഗീയതയെ എതിരിടാൻ ശേഷിയില്ലാത്തൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു. മാത്രമല്ല BJPക്ക് പലരെയും സംഭാവന ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് കൂടി കോൺഗ്രസ് മാറുന്നു. ഇതല്ലേ വസ്തുത? ഉറച്ച നിലപാട് ഇപ്പോഴും എടുക്കുന്നുണ്ടോ? ഈ രാജ്യത്ത് വർഗീയ പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ പ്രശ്നവും ആ ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് നടത്തിയ പ്രതികരണം, കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണം എല്ലാം ആ കത്തിക്കാളുന്ന വർഗീയതയുമായി സമരസപ്പെടുന്നതായിരുന്നു. അനുഭവത്തിൽ നിന്നൊരു പാഠവും പഠിക്കുന്നില്ല. ഇതൊരു ഭാഗം. ഇപ്പോ നമ്മുടെ രാജ്യത്ത് BJP കേന്ദ്ര സർക്കാർ കടുത്ത ജനദ്രോഹ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. എല്ലാ മേഖലയെയും തകർക്കുകയാണ്. എന്താ ഇതിൻ്റെ അടിസ്ഥാനം? അടിസ്ഥാനം അവർ സ്വീകരിച്ച സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയം ആഗോളവൽക്കരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിൻ്റെ ഭാഗമായുള്ള ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണ നടപടികളും അതിശക്തമായാണ് സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ തകരുന്നു, അല്ലെങ്കിൽ തകർക്കുന്നു. വേറൊരു ഭാഗത്ത് പൊതുവായതെല്ലാം തകർക്കുകയാണ്. ഇപ്പോൾ വിവിധ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അവിടങ്ങളിലുള്ള ജീവനക്കാർ ഇനി അതേ രീതിയിൽ വേണ്ടതില്ല എന്ന് കാണുന്നു. ആ സിവിൽ സർവീസ് തന്നെ വല്ലാതെ കുറച്ചു കൊണ്ടുവരുന്നു. ഒരു ഭാഗത്ത് പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ പാപ്പരീകരിക്കുന്നു. അതേസമയം അതിസമ്പന്നർ, രാജ്യത്തെ കോർപ്പറേറ്റുകൾ
വലിയ തോതിൽ ശക്തിപ്പെടുന്നു. ഇതേ നയം, ഈ നയത്തിൻ്റെ ഭാഗം. എങ്ങനെയാണ് ഈ നയത്തോട് നമ്മുടെ കോൺഗ്രസ് പ്രതികരിക്കുന്നത്? എന്താണ് കോൺഗ്രസിൻ്റെ സമീപനം? ഇപ്പോൾ BJP നടപ്പാക്കുന്ന നയം യഥാർത്ഥത്തിൽ അത് ആരുടെ നയമാണ്? ആഗോളവൽക്കരണ നയം നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചതും അംഗീകരിച്ചതും നടപ്പാക്കിയതും ആദ്യം കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. ഈ പറയുന്ന എല്ലാറ്റിനും തുടക്കം കുറിച്ചത് കോൺഗ്രസിന് നേതൃത്വമുള്ള കേന്ദ്ര സർക്കാരാണ്. BJP ഇപ്പോൾ അത് തീവ്രമായി നടപ്പാക്കുന്നു. രാജ്യമാകെ ശ്വാസം മുട്ടിക്കഴിയുന്നു. സഹിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു. എന്നാൽ അപ്പോഴെങ്കിലും തങ്ങൾക്ക് പണ്ട് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ തിരുത്തുന്നു, ഞങ്ങൾ ഈ നയത്തിനോടൊപ്പമില്ല, ഈ നയം ശരിയല്ല, ഈ നയത്തോടൊപ്പം ഞങ്ങളില്ല എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? ഇപ്പോഴും അതേ നയത്തിലാണ്. നമ്മുടെ രാജ്യത്ത് BJP എന്ന ഈ ജനദ്രോഹ വിഭാഗം ഇനി കേന്ദ്ര സർക്കാരിൽ തുറന്നുകൂടാ എന്നുള്ളതിൽ രാജ്യത്തൊരു സംശയമില്ല. പക്ഷെ അക്കാര്യത്തിൽ BJPക്ക് ബദലാകാൻ കോൺഗ്രസിനാവോ? ബദലാകണമെങ്കിൽ ബദൽ നയം വേണ്ടേ? സാമ്പത്തിക രംഗത്ത് ബദൽ നയമുണ്ടോ? വർഗീയതയുടെ കാര്യത്തിൽ മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന നയമുണ്ടോ? വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നയമുണ്ടോ? അപ്പോ ജനങ്ങളുടെ അനുഭവത്തിൽ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അവരൊരു ഭാഗത്ത് ശോഷിച്ചു പോകുന്നു, മറുഭാഗത്ത് ഒരു രീതിയിലും ജനങ്ങൾ അവരെ വിശ്വാസത്തിലെടുക്കുന്നുമില്ല. എന്നാൽ BJP രാജ്യത്ത് അധികാരത്തിൽ തൊഴിയണമല്ലോ. അതിനെന്താണ് മാർഗം? ഇപ്പൊ നമ്മുടെ രാജ്യം പൊതുവെ BJP ഭരണം അസഹ്യം എന്നാണ് കാണുന്നത്. ഇത് മാറിയേ തീരൂ. നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളെടുത്താൽ പലയിടങ്ങളിലും പ്രാദേശിക കക്ഷികൾ വളരെ പ്രബലമാണ്. ഞാനിപ്പോൾ സംസ്ഥാനങ്ങളുടെ പേരുകളൊന്നും ഇടുന്നില്ല. എന്നാൽ അത്തരത്തിലുള്ള കക്ഷികൾ പലതും ഇപ്പോൾ അനുഭവത്തിലൂടെ തന്നെ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുക, ജനദ്രോഹ നടപടികൾക്ക് പകരം ജനോപകാരപ്രദമായ നടപടികൾ നടപ്പാക്കാൻ സന്നദ്ധമാവുക. അങ്ങനെ തയ്യാറാകുന്ന ഒട്ടേറെ പ്രാദേശിക കക്ഷികൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിനൊരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. ഇടതുപക്ഷം ജനങ്ങളാകെ കാണുന്നത് നല്ല കൃത്യതയോടെ, ഒരു ചാഞ്ചല്യവുമില്ലാതെ വർഗീയത എതിർക്കുക, ഈ സാമ്പത്തിക നയത്തിനെതിരെയുള്ള ബദൽ നയങ്ങളുമായി മുന്നോട്ട് പോവുക, അതിലുറച്ചു നിൽക്കുന്ന ഒരു പക്ഷമാണ്. അപ്പോൾ ആ ഇടതുപക്ഷവും ഈ പറയുന്ന എല്ലാ വിഭാഗവും കൂടി ചേർന്നുകൊണ്ടുള്ള
ഒരു പൊതു പ്രസ്ഥാനം വിവിധ സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് BJPയുടെ ജനദ്രോഹ നടപടികൾ, വർഗീയ നടപടികൾ അവസാനിപ്പിക്കുന്നതിനായി മുന്നേറാൻ കഴിയുന്ന നിലയുണ്ട്. അത്തരം കാര്യങ്ങൾ, കൂടുതൽ നയപരമായ കാര്യങ്ങൾ CPIM-ന്റെ ഈ വരുന്ന പാർട്ടി കോൺഗ്രസ് വിശദമായി ചർച്ച ചെയ്ത് അതിനെല്ലാം രൂപം കൊടുക്കും. അതിനുകൂടിയാണ് പാർട്ടി കോൺഗ്രസ് എന്നത് ഈ ഘട്ടത്തിൽ നാം കാണേണ്ടതാണ്. ഇവിടെ ബദൽ നയത്തിൻ്റെ കാര്യം പറയുമ്പോൾ രാജ്യത്ത് ഇന്നൊരു അനുഭവം ഉണ്ടല്ലോ. BJPയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയം ആഗോളവൽക്കരണ നയത്തിൽ അധിഷ്ഠിതമായ നയം. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ്. അവിടെ നടപ്പാക്കുന്ന ഇതേ നയമാണ്. എന്നാൽ നമ്മുടെ കേരളം ഇപ്പൊ കഴിഞ്ഞ 2016 ശേഷം LDF അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയത് ആ നയമല്ല. കേരളത്തിൽ തന്നെ ഇതേ നയം നടപ്പാക്കിയിരുന്നു. 2011 മുതൽ 16 വരെ UDF കാലം കേന്ദ്രത്തിൽ 2 ഗവൺമെന്റ്, ഒന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ്, രണ്ടാമത്തത് BJP നേതൃത്വം കൊടുത്ത ഗവൺമെന്റ്. ആ 2 ഗവൺമെന്റുകളും ആഗോളവൽക്കരണ നയത്തിൽ ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. അതേ നയമായിരുന്നു ഇവിടുത്തെ UDF ഗവൺമെന്റ്. അതിൻ്റെ ഭാഗമായി നമുക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദ്രോഹ നടപടികൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടുണ്ടാവില്ല. അത് നയത്തിൻ്റെ പ്രശ്നമാണ്. അതേ നയം നടപ്പാക്കിയത് കൊണ്ടാണ്. എന്നാൽ 2016 ശേഷം നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ദുരന്തങ്ങൾ, നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾ, ഏറ്റവും ഒടുവിൽ കോവിഡ് മഹാമാരി ലോകം വിറങ്ങലിച്ചു നിന്നു. നമ്മുടെ നാടിനെ എല്ലാവരും പ്രത്യേക രീതിയിൽ കണ്ടല്ലോ. ഇന്ത്യയിൽ, ലോകത്താകെ പലയിടങ്ങളിലും, ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ പട്ടിണി നടമാടി. നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്നോ? നയത്തിന്റെ വ്യത്യാസമാണിത്. അതാണ് നയത്തിന്റെ പ്രത്യേകത, ബദൽ നയത്തിന്റെ പ്രത്യേകത. നമ്മളെക്കാളും സമ്പന്ന രാഷ്ട്രങ്ങൾ, വലിയ പേരുകേട്ടവർ കോവിഡിന് മുന്നിൽ വിറങ്ങലിച്ച് വീഴുന്നത് നമ്മൾ കണ്ടു. എങ്ങനെ? ആ ഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ, മനുഷ്യരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ, ആശുപത്രികൾക്ക് താങ്ങാനാവാത്തത്ര രോഗികൾ, വെന്റിലേറ്റർ, അതിൽ മാത്രം ജീവൻ രക്ഷിക്കാൻ കഴിയുന്നവര്, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയുന്നവര്,
വെന്റിലേറ്റർ തീർന്നു. എന്തു ചെയ്യും? പുതിയ ആള് വരുമ്പോ ഈ പറയുന്ന വലിയ രാഷ്ട്രങ്ങളിൽ എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. എന്നാൽ നമുക്കെല്ലാം അതറിയാം. ആ തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നമുക്ക് നേരിടേണ്ടി വന്നോ? നമ്മുടെ നാടിന്റെ ആരോഗ്യരംഗത്ത് നാം നടപ്പാക്കിയ ആർദ്രം മിഷനിലൂടെ ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പലതിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വരികയും അങ്ങനെയെല്ലാം ഉണ്ടായപ്പോൾ നമ്മുടെ പൊതുവായ ആരോഗ്യ സംവിധാനത്തെ മറികടന്നു പോകുന്ന രോഗാവസ്ഥയുണ്ടായില്ല. ലോകം ആശ്ചര്യത്തോടെ നമ്മുടെ കേരളത്തെ നോക്കിക്കണ്ടു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം നാം നേരത്തെ ആരോഗ്യ മേഖല പോലെ തന്നെ പ്രത്യേക രീതിയിൽ ശക്തിപ്പെട്ട ഒരു രംഗമാണ് വിദ്യാഭ്യാസ രംഗവും. പക്ഷേ കുറച്ചു കാലമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസം തകർന്നു വരികയായിരുന്നു. എല്ലാവരെയും അത് വേദനിപ്പിച്ചു. LDF സർക്കാർ ആ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പൊ എന്തായി? ഇപ്പൊ രാജ്യത്തിന് മുന്നിൽ ഏറ്റവും മികവോടെ നിൽക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗം. നമ്മുടെ ലക്ഷ്യം ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഏറ്റവും ഉയർന്ന അക്കാദമിക് നിലവാരമുള്ള സ്കൂളിന്റെ അതേ അവസ്ഥ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും, ഏത് ഓണങ്കറ മൂലയിലുമുള്ള സ്കൂളിലും ആ മികവാർന്ന അക്കാദമിക് നിലവാരം ഉണ്ടാക്കുക എന്നിടത്താണ് നാം നിൽക്കുന്നത്. ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നമല്ലാലോ, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തുകൊണ്ടാണത്? ഈ നയത്തിൽ നിന്ന് മാറി ബദൽ നയം നടപ്പാക്കി. ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഒരു സർക്കാർ എപ്പോഴും ജനങ്ങളുടെ ജീവിതം നവീകരിച്ചുകൊണ്ടേയിരിക്കണം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ജനങ്ങൾ പുരോഗതി ആഗ്രഹിക്കുകയാണ്. അധോഗതിയിലേക്കല്ല ജനങ്ങൾ തള്ളിവിടേണ്ടത്. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ സർക്കാരിന് കഴിയണം. അതിനാണ് LDF സർക്കാർ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മൾ പലതും കണ്ടു. തെരഞ്ഞെടുപ്പിൽ എന്താ? LDFന് ഒരു രണ്ടാം ഊഴം കിട്ടരുത്. അതിനെല്ലാ വലതുപക്ഷ ശക്തികളും യോജിക്കുന്നത് നമ്മൾ കണ്ടു. UDFും BJPയും ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ സകലമാന പേരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നമ്മൾ കണ്ടു. മാത്രാണോ? LDF സർക്കാരിനെ ഏതെല്ലാം രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ പറ്റും അതിൽ ഗവേഷണം ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പടച്ചുണ്ടാക്കി. അങ്ങനെ പടച്ചുണ്ടാക്കിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആധികാരികത ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി BJPയെ ഉപയോഗിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇവിടെ രംഗത്തിറക്കി. ഞങ്ങൾക്ക് അന്നേരമൊന്നും ഒരു കൂസലുമില്ല. കാരണം ഇവിടെ ഏത് ഏജൻസി വന്നാൽ എന്ത് കണ്ടെത്താനാണ്? അതുതന്നെയാണ് ധൈര്യം. അത് വെറുതെ ഉണ്ടാകുന്നതല്ല. അത് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ അതോടൊപ്പം ഇതെല്ലാം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യലാണല്ലോ പ്രധാനം. ആ ജനമനസ്സിൽ LDF-നെതിരെ ഒരു വികാരം സൃഷ്ടിക്കുക, അതിനുള്ള കൊടുമ്പിരിക്കൊണ്ട പ്രചാരണങ്ങൾ നടന്നു. ഒരുപാട് നീക്കങ്ങൾ നമ്മുടെ കേരളത്തിലെ വലുതെന്ന് അവകാശപ്പെടുന്ന ചില വലതുപക്ഷ മാധ്യമങ്ങളുണ്ടല്ലോ, അവരെ സ്ഥിരമായി തന്നെ LDF-നെതിരാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ചിലത് UDF-ന്റെ ഒരു മുഖമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പൊ അവർ സ്വയമേവ ഇത് ഏറ്റെടുത്തു. എന്നാൽ അങ്ങനെ സ്വയമേവ ഏറ്റെടുക്കാത്തവരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളവരാണ് ഇവര്. അതിൻ്റെതായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതി. വില കൊടുത്തും സ്വാധീനിച്ചു. അങ്ങനെ വലതുപക്ഷ മാധ്യമങ്ങളെ ആകെ രംഗത്തിറക്കി. ഇവർ ധരിച്ചത് എല്ലാവരും കൂടി ഒന്നിച്ചു പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നാട്ടുകാർ എന്തെങ്കിലും ഇല്ലാതെ പറയോ എന്ന് ചിന്തിക്കും. അങ്ങനെ LDF-നെതിരായി ഒരു പൊതുവായ വികാരം വരും. ആ വികാരത്തിലൂടെ ഞങ്ങൾ രക്ഷപ്പെടും എന്നാണ് അവർ കണക്കൂട്ടിയത്. ഞങ്ങൾക്കപ്പോഴും ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സ്വീകരിച്ച ഓരോ നടപടിയും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ജനങ്ങൾ കൃത്യമായി ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തിയത്. അപ്പൊ അനുഭവമുള്ളവരോട് വേറെ പ്രചരണവുമായി ചെന്നാല് തൽക്കാലം നീ അതങ്ങ് മാറ്റിവെക്ക് എന്നേ ഈ അനുഭവമുള്ള പ്രായമുള്ളവരും അല്ലാത്തവരും പറയും. അത് മനസ്സിലാക്കാൻ ഈ പ്രചാരകർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്പോഴും ഇവർക്കിത് പിടികിട്ടുന്നില്ല. ഉടനെ ഇനി വരുന്ന മറ്റു കാര്യങ്ങളുടെ തയ്യാറെടുപ്പുകളായി. പോട്ടെ, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, ഇരിക്കട്ടെ. ഏതായാലും ജനവിധി വന്നു. LDF-നെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അപ്പോഴാണ് ഇവരെല്ലാവരും വലിയ അമ്പരപ്പോടെ ചിന്തിച്ചത്, ഇതെന്താണ് ഇങ്ങനെ? അപ്പൊ അവര് കണ്ടത് പല കാരണങ്ങൾ അവർ കണ്ടു. അതിൽ ഒരു കാര്യം അവർ പ്രധാനമായി കണ്ടത്, നാടിന്റെ വികസനത്തിന് വേണ്ടി LDF സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു വികസന കാര്യത്തോടൊപ്പവും നിൽക്കാൻ പാടില്ല, എല്ലാ വികസനത്തെയും എതിർക്കണം. ഇതാണ് അവർ പൊതുവിൽ സ്വീകരിച്ച നില. ആ തെരഞ്ഞെടുപ്പില് ഒന്നിച്ചു നിന്ന ശക്തികൾ, അതില് നേരത്തെ പറഞ്ഞ UDF ഉണ്ട്, BJP ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അവരെല്ലാം ആ യോജിപ്പ് തുടരാൻ തീരുമാനിച്ചു. സാധാരണ ഒരു സർക്കാരിൻ്റെ ആദ്യ വർഷം തന്നെ വലിയ തോതിലുള്ള എതിർപ്പുകളൊന്നും ആ സർക്കാരിനെതിരെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരില്ല. കാരണം തുടങ്ങുന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് 6ാം വർഷമായിട്ടാണല്ലോ അവർ കണക്കൂട്ടുന്നത്. ഈ സർക്കാർ തുടങ്ങുന്നതാണെങ്കിലും ഇത് 6ാമത്തെ വർഷമായിട്ടാണ് അവരെ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് അവരെ ആദ്യ വർഷം തന്നെ കടുത്ത എതിർപ്പ്, ഇവരെല്ലാവരും കൂടി ഈ അവിശുദ്ധ കൂട്ടുകെട്ട്. ഒരു വികസന പരിപാടിയും ഇവിടെ പാടില്ല എന്നാണ്. ഇക്കാര്യത്തിൽ BJP എന്ന കേന്ദ്ര ഭരണകക്ഷിയുണ്ടല്ലോ, അവരെ ഉപയോഗിക്കുകയാണ്.
അവരെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ചില പദ്ധതികൾ അട്ടിമറിക്കാനാകുമോ എന്ന ശ്രമവും നടത്തുക. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഇവരിപ്പോൾ പറയുന്നത് ഈ പദ്ധതികൾ ഇപ്പോൾ വേണ്ടെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ സർക്കാർ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് പണം കണ്ടെത്താനാണ് കിഫ്ബി വഴി പണമുണ്ടാക്കാനൊരു ശ്രമം നടത്തിയത്. നമ്മൾ ലക്ഷ്യമിട്ടത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ബജറ്റിന് പുറത്ത് നടപ്പാക്കുക എന്നായിരുന്നു. പക്ഷേ നമ്മൾ തയ്യാറാക്കിയ പദ്ധതികൾ 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ കഴിഞ്ഞ 5 വർഷം. ചിലത് നടപ്പായി, മറ്റു പലതും നടപ്പായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അനുഭവം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, നാട്ടിലുള്ള ഒരു ആശുപത്രിയെ കുറിച്ച് ആലോചിച്ച് നോക്ക്, പല നാട്ടിലുള്ള പശ്ചാത്തല സൗകര്യ വർധനവിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഇതിലെല്ലാം ഈ പണമുണ്ടല്ലോ. ഇത് ചെലവഴിക്കാതിരുന്നാൽ, ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാതിരുന്നാൽ നാട് എവിടെയെത്തും? ആ 5 വർഷം നാം ഒന്നും ചെയ്യാത്ത അവസ്ഥയിലാവും. 5 വർഷം നമ്മൾ നിശ്ചലമായി നിൽക്കുന്നു എന്നർത്ഥം. ആ നിശ്ചലമായി നിൽക്കലല്ല, നമ്മുടെ നാട് പുറകോട്ട് പോവുകയാണ്. കാരണം കാലം മുന്നോട്ട് പോകുന്നു, മറ്റെല്ലാ പ്രദേശങ്ങളും മുന്നോട്ട് പോകുന്നു, നമ്മൾ മാത്രം പുറകോട്ടായി പോകും. അങ്ങനെ വിടാൻ പറ്റുമോ? ഇപ്പോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളൊന്നും ഇപ്പൊ നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഈ വിഭാഗം നിൽക്കുന്നത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ? അതൊരു പ്രശ്നമല്ലേ? നിങ്ങൾ പറയുന്നത് LDFന്റെ കാലത്ത് വേണ്ടെന്നാണ്. പിന്നെ ഏത് കാലത്ത് നടപ്പാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ നാട് കൂടുതൽ മുന്നേറണം, കൂടുതൽ വികസിക്കണം, തൊഴിൽ സാധ്യത വർദ്ധിക്കണം, ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ വേണം. ആ തൊഴിലിനുതകുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ഇവിടെ മെച്ചപ്പെടണം, ഉന്നത വിദ്യാഭ്യാസ രംഗമാകെ മെച്ചപ്പെടണം, പശ്ചാത്തല സൗകര്യം വർദ്ധിക്കണം. അതിന്റെ ഭാഗമായി മാത്രമേ കൂടുതൽ സ്ഥാപനങ്ങൾ വരൂ. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ നിക്ഷേപത്തിന് തയ്യാറായി വരുന്ന നിക്ഷേപകൻ നാട് വിട്ടുപോകും. കാരണം യാത്രാ സൗകര്യമുള്ള മറ്റ് പ്രദേശങ്ങളുണ്ട്. സ്ഥാപനം കുറച്ചൊക്കെ ഉള്ളോട്ടാകാം, പക്ഷേ യാത്രാ സൗകര്യം വേണം. ഇപ്പോ നമ്മുടെ കേരളത്തില് 4 വിമാനത്താവളങ്ങൾ, അതോടൊപ്പം നമ്മുടെ നാഷണൽ ഹൈവേ വികസിച്ചു വരുന്നു. അതിൻ്റെ കൂടെ തീരദേശ ഹൈവേ വരുന്നു. അതിനോട് ചേർന്നുകൊണ്ട് മറുഭാഗത്ത് മലയോര ഹൈവേ വരുന്നു. ഇതെല്ലാം ഉണ്ടാക്കുന്ന മാറ്റമില്ലേ? അനേകം പ്രധാന റോഡുകൾ വികസിച്ചു വരുന്നു. ഇതിനോടൊപ്പം ജലപാത കോവളം മുതൽ ബേക്കൽ വരെ ആ ജലപാത പൂർത്തിയാക്കാനുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടെയാണ് അർദ്ധ അതിവേഗ റെയിൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരത്തേക്കും
തിരുവനന്തപുരത്ത് കാസർഗോഡേക്കും എത്താൻ കഴിയുന്ന നില, എറണാകുളത്ത് നിന്ന് കേരളത്തിന്റെ ഏത് ഭാഗത്തും 2 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന നില. ഇത് വന്നാൽ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഭാഗമായി വരുന്ന വികസനം വളരെ വലുതല്ലേ? അതിന്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ, അതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? നാടിനെതിരായ ശക്തികൾക്ക് മാത്രമേ ഇതിനെല്ലാം എതിരെ നിൽക്കാൻ കഴിയൂ. ഒരു കാര്യമേ വ്യക്തമാക്കാനുള്ളൂ, ഞങ്ങൾക്ക് അനാവശ്യമായ ദുർവാശിയൊന്നുമില്ല. പക്ഷെ സർക്കാർ എന്തിനാണ്? അത് പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സർക്കാരെ നാടിനെ മുന്നോട്ട് നയിക്കാൻ ബാധ്യപ്പെട്ടതാണ്. അത്തരമൊരു ഘട്ടത്തിൽ നിക്ഷിപ്ത താല്പര്യത്തോടെ എതിർക്കാൻ വരുന്ന ശക്തികൾക്ക് കീഴ്പ്പെടുകയാണോ വേണ്ടത്? ഇപ്പോ ഒരു അനുഭവം പറയാ. ദേശീയപാത വികസനം, വലിയ തർക്കം. കേരളത്തില് എത്ര മീറ്റർ വീതി? ഒന്നും ചെയ്യുന്നില്ല. ആ കാലത്ത് UDF സർക്കാർ ഒരു യോഗം വിളിച്ചു. അന്നത്തെ CPM സെക്രട്ടറി എന്ന നിലക്ക് ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തു. ആ യോഗം ഏകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണം. സർവസമ്മതം. നടന്നോ? എന്തേ നടക്കാതിരുന്നത്? UDF സർക്കാർ അത് നടപ്പാക്കാൻ തയ്യാറായില്ല. മറ്റു പലതുമുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ട്, കൂടംകുളത്ത് വൈദ്യുതി വലിച്ചു വരുന്ന എടമൺ കൊച്ചി പവർ ഹൈവേ ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. എല്ലാം ഇപ്പൊ നടന്നില്ലേ? എങ്ങനെ നടന്നു? ഈ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വഴങ്ങില്ല എന്ന നിലപാട് LDF സർക്കാർ എടുത്തു. അത് വാശിയോ പിടിവാശിയോ ദുർവാശിയോ അല്ല, ഈ നാട് മുന്നോട്ട് പോകണമെന്ന നിർബന്ധ ബുദ്ധി തന്നെ. അപ്പൊ അതേ നിലപാട് എല്ലാ കാര്യങ്ങളിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നാടിന്റെ പുരോഗതിക്കാണത്. പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ? ചിലപ്പോൾ ഒരു സ്ഥലം എടുക്കേണ്ടി വരുന്നു, അതിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നല്ല രീതിയിലുള്ള പരിഹാര നടപടികൾ നമുക്ക് സ്വീകരിക്കാം. നഷ്ടപരിഹാരം വലിയ തോതിലാണ് നൽകുന്നത്. പുനരധിവാസ പാക്കേജ് വലിയ തോതിലാണ്. ഇപ്പോ നടപ്പാക്കിയ പദ്ധതികളുടെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർക്ക് പരാതിയില്ലാലോ. അവർ നല്ല മനസ്സോടെ ഭൂമി വിട്ടുകൊടുക്കുകയല്ലേ. ഇതാണ് നാടിന്റെ അനുഭവം. അപ്പോ വികസന പദ്ധതികളെ ചില ഉമ്മാക്കി കാട്ടി അങ്ങ് വിരട്ടാൻ നോക്കുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആ വിരട്ടലൊന്നും വേണ്ട. അതൊന്നും ചെലവാകുന്ന കാര്യമല്ല. നാട് മുന്നോട്ട് പോകണം. നാട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെടണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ വർദ്ധിച്ചു വരണം. അതിനുതകുന്ന പദ്ധതികള്, പുതിയ പുതിയ കാര്യങ്ങള് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവരെല്ലാം ചെറിയ കൂട്ടരാണ്. ഇവർക്കാണ് ശക്തി എന്ന് കരുതണ്ട. നമ്മുടെ നാട്ടിലെ ജനങ്ങളൊന്നും ഇവരുടെ കൂടെയല്ല. ജനങ്ങൾ ശബ്ദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ആവശ്യമായി വരുമ്പോൾ അവർ ശബ്ദിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അതാണ് ഈ
നിക്ഷിപ്ത താല്പര്യക്കാരോട് പറയാനുള്ളത്, ഈ നാടിൻ്റെ ഇന്നത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ CPIM കരുത്താർജിക്കുക എന്ന് പ്രധാനമാണ്. ആ കരുത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയുക. ഈ കഴിഞ്ഞ 3 ദിവസം പാലക്കാട് ജില്ലയിലെ വിവിധ പ്രശ്നങ്ങളാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. അതിൽ സ്വാഭാവികമായി തന്നെ ഈ ജില്ലയിലെ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന പ്രസ്ഥാനമാണ്. അതിനെ കൂടുതൽ കരുത്തോടെ വളർത്തിയെടുക്കുക എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ സഖാക്കളും പാർട്ടി ബന്ധുക്കളും പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികളും ആ കാര്യത്തിൽ ആവശ്യമായ എല്ലാ പിന്തുണയും സഹകരണവും നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.